എന്തുകൊണ്ട് പല വീടുകളിലും വാളിൽ ഇങ്ങനെ ഒരു പ്രശ്നം കാണാറുള്ളത്? സോ ഇത് ബേസിക്കലി രണ്ട് റീസൺ കൊണ്ടാണ് മെയിൻ ആയിട്ട് സംഭവിക്കുക. ഒന്ന് വന്നിട്ട് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റൈസിങ്, അതായത് ഭൂമിക്ക് അടിയിൽ നിന്ന് വെള്ളം കാപ്പിലറി ആക്ഷൻ മൂലം മേലെ വന്ന് എസ്കേപ്പ് ആവുന്നത് കൊണ്ട് സംഭവിക്കാം. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റന്റ് ആയിട്ട് ടോയ്ലറ്റ്സോ വാഷ്റൂംസോ ഉണ്ടെങ്കിൽ അതിന്റെ ടൈലിന്റെ ഇടയിൽ കൂടെ നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യുമ്പോൾ അകത്ത് പോകുന്ന വെള്ളം പുറത്ത് കൂടെ എസ്കേപ്പ് ആവുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ സംഭവിക്കും. സോ ഈ സർഫസ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ വാൾ സർഫസ് നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് ടു ദ പ്ലാസ്റ്റർ ലെവൽ വരെ നമ്മൾ എത്തിക്കുക. എന്നിട്ട് ഈ പ്ലാസ്റ്റർ ലെവലിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ് കോമ്പൗണ്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്യണം. അതിൻ്റെ പുറത്ത് പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. അത് നമുക്ക് പല പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. നമുക്ക് ഹൈഡ്രോലോക്ക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ ഡാം ബ്ലോക്ക് 2K, പിഡിഫിൻ 2K, ഇങ്ങനെ കുറെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. എപ്പോഴും ഈ പ്രീ കോട്ടിങ് ചെയ്തതിന് ശേഷം മാത്രമാണ് പെയിന്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വീണ്ടും ഇത് സംഭവിക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക.